ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസിൽ വന്ന ചേഞ്ചസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ അതിങ്ങനെ വന്നതാണ്, എന്താ ചെയ്തിട്ട് അങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി തരാമെന്ന് അന്ന് പറഞ്ഞതാണ്. പക്ഷേ പിന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, അതിനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ അതിനുള്ളൊരു മറുപടി, ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് കഴുത്തിലിടാത്തത്. ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ആയതുകൊണ്ടാണ് ഞാൻ കഴുത്തിലിടാത്തത്. അപ്പോൾ ഇതെന്താ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സംഗതി ഇത് കണ്ട, ഇത് മാവോ മറ്റ് പൊടികളോ ഒന്നും തന്നെ അല്ല, ഒരു പൊടിയോ അല്ല, ഒരു മാവും അല്ല, ഒന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ എടുത്ത് കളയുന്ന ഒരു സാധനമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന നല്ല കുറുകിയിരിക്കുന്ന ഈ സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളമാണ്. ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഇനി പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന രീതിയിലല്ല പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇത് കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ സ്കിന്നിൽ ഒരുപാട് വ്യത്യാസം വന്നു. മൂക്കൊരു വന്നിട്ട് കറുത്ത് കുത്തുകളായിട്ടിരുന്ന പാടുകളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. ഫേസ് അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ടുണ്ട് എൻ്റെ ഫേസ്. നിങ്ങൾക്ക് നേരത്തെ വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കഞ്ഞിവെള്ളമാണെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കും. അതായത് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വേവിച്ച് അടച്ചിടുമല്ലോ, അതിനുശേഷം ആ കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ അതിനകത്തുനിന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു കിണ്ണിക്ക് ഫുൾ എടുക്കും. ഈ കിണ്ണി വേണ്ട, ഈ കിണ്ണിക്ക് മുഴുവനും ആ കഞ്ഞിവെള്ളം എടുക്കും. എന്നിട്ട് അത് വൈകുന്നേരം ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, തിളപ്പിച്ച് ഇത് നിറച്ചെടുത്ത കഞ്ഞിവെള്ളം ഇവിടം വരെ ഞാനാക്കും. അതായത് തിളപ്പിച്ച് ഞാൻ കുറച്ച് വറ്റിച്ചതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തോട്ട് ഒരു ചെറിയ കളറിന് വേണ്ടി മാത്രം ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 2-3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും 1 സ്പൂണാണെങ്കിൽ ആൽമണ്ട് ഓയിലും ഒഴിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ആൽമണ്ട് ഓയിൽ ഞാൻ കാണിച്ചു തരാം. ഈ ആൽമണ്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇടും. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇത് തിളച്ച് ഇത്ര ആകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. തിളച്ചത് അത്ര ആയി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെച്ചേക്കും. രാത്രി എടുത്ത് മാറ്റി വയ്ക്കും. രാവിലെ എടുത്ത് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് 2 ആഴ്ചയോളം ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നത്, പുളിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 2 ആഴ്ചയോളം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല റിസൾട്ടാണ്. നല്ല രീതിയിലും ചേഞ്ചസ് വരും. നമുക്ക് മൂക്കൊരു വന്നിട്ട് പോകുമ്പോൾ ഒരു കറുത്ത കുത്തൊക്കെ വരില്ല, അതെല്ലാം പൂർണ്ണമായിട്ട് മാറും. എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് നല്ല സ്യൂട്ടാവുന്ന സാധനമാണ്. എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയണം. ഓക്കെ.